ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ എൻ്റെ ചട്ടിപ്പത്തിൽ റെസിപ്പിയാണ്. ഇതെൻ്റെ പെങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അവരുണ്ടാക്കിയിട്ട് അവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് വൈറലായിട്ടുള്ളൊരു ഐറ്റമാണെന്ന് പറഞ്ഞ് അപ്പോൾ അതെന്നോട് ഷെയർ ചെയ്ത് തന്നപ്പോൾ ഞാൻ അപ്പം തന്നെ വിചാരിച്ചതൊന്ന് ഉണ്ടാക്കി നോക്കണം. അതിനായിട്ട് ഞാനിത് ആദ്യം കുറച്ച് പൊട്ടറ്റോ മയണൈസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് പൊട്ടറ്റോ എടുത്തിട്ട് ഒന്ന് കുക്ക് ചെയ്ത് അരിപ്പയിലോട്ടൊന്ന് വെള്ളം വലാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ക്യാരറ്റും ക്യാപ്സിക്കമാണ്. അപ്പോൾ ക്യാരറ്റ് ഒന്നിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഒരു വലിയ ക്യാരറ്റിൻ്റെ അതൊന്ന് നേരിയതായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞ് വെക്കാം. അതേപോലെ തന്നെ ക്യാപ്സിക്കം ഒന്നിൻ്റെ പകുതി അതും നീളത്തിൽ കുറച്ച് നേരിയതായിട്ട് ഒന്ന് അരിഞ്ഞിട്ടവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കുറച്ച് ബോൺലെസ് ചിക്കനാണ്. അത് ഞാൻ ഉപ്പും കുരുമുളകും എല്ലാം ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്ത് പിന്നെ കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഉരുളക്കിഴങ്ങിൻ്റെ മയണൈസ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അത് ഞാനിതാ ഒരു മിക്സിയിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 കപ്പ് പാല്, പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് ഓയിൽ, ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ, പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ താഴെ ഉപ്പ്, അത് പിന്നെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ സുർക്ക, വിനാഗിരി ഉണ്ടല്ലോ അത്, പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര. ഇനി ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കുക. നമുക്ക് മയണൈസെല്ലാം റെഡിയാക്കുന്നില്ല അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് അരക്കുക. ഇപ്പോൾ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് മയണൈസ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും ഇത് ഈ മയണൈസ് തന്നെ ഉണ്ടാക്കണമെന്നില്ല, നിങ്ങൾക്ക് വീട്ടിലുള്ള സാധാ മയണൈസ് തന്നെ എടുക്കുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ മയണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതവിടെ മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടാവുമ്പോൾ അതിലേക്ക് ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ബട്ടർ മെൽട്ടാകുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ക്യാരറ്റും ക്യാപ്സിക്കവും പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 പച്ചമുളകും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴറ്റുക. ഇനി അത് അവിടുന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്കിനി കുറച്ച് പണി കൂടിയുണ്ട്. 2 മുട്ട എടുത്തിട്ട് ഒരു ബൗളിലോട്ട് പൊട്ടിച്ച് വയ്ക്കുക. ഇത് നമ്മൾ ഓംലെറ്റെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കൂലേ, അതേപോലെ 2 മുട്ട എടുത്തിട്ട് ഇനി അതിലോട്ടൊരു 2 പച്ചമുളക് ചോപ്പ് ചെയ്തതും, പിന്നെ പകുതി ഉള്ളി, ഒരു വലിയ ഉള്ളിൻ്റെ പകുതി അതും ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് അതും ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് അടിക്കുക. ഇത് നമ്മൾ ഓംലെറ്റ് റെഡിയാക്കുന്ന എങ്ങനെയാണ് അതേപോലെ തന്നെ. പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു പിഞ്ച് മുളക് പൊടി കൂടി ഇടുന്നുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ക്യാപ്സിക്കവും ക്യാരറ്റും ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഇതാ നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ ചിക്കനും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇളക്കിയിട്ട് ഉപ്പെല്ലാം ഉണ്ടോ നോക്കിയിട്ടിടുക. നമ്മൾ ഓൾറെഡി ചിക്കനിൽ കുക്ക് ചെയ്യുമ്പോൾ ഉപ്പ് ഇട്ടതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റുക. ഇനി ഇതിലേക്ക് ഇതാ ഒരു പിടി മല്ലിയിലും കൂടി ഇടുന്നുണ്ട്. പിന്നെ ഇത് അവസാനമായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള മയണൈസ് ഉണ്ടല്ലോ അതും ഇട്ട് കൊടുക്കുക. അത് കുറച്ച് നല്ലോണം അധികം തന്നെ ഇടണം. ഞാനിപ്പോൾ ഇതൊരു 3-4 ടേബിൾ സ്പൂൺ ഉണ്ടാവും ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് പൊട്ടാറ്റോൻ്റെ മയണൈസ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് എന്താ പറയുക ഇത്തിരി വലിയുന്ന പോലെയെല്ലാം ഉണ്ടാവും, ഒരു പശ പോലെയെല്ലാം. അപ്പോൾ എല്ലാം നല്ലോണം ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് മിക്സ് ചെയ്യുക. ഇതാ അപ്പോൾ എല്ലാം മിക്സ് ആയിട്ടുണ്ട്. എന്നിട്ട് 2-3 മിനിറ്റ് കൂടി ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇനി ഇതാ ഫില്ലിങ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 2 പൊറോട്ടയാണ്. അപ്പം ഞാനിത് ഐഡിൻ്റെ ഫ്രോസൺ പൊറോട്ട ഉണ്ടായിനേനും അപ്പോൾ അതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ട ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഈ ചട്ടിപ്പത്തിൽ റെഡിയാക്കാം. പൊറോട്ട എല്ലാം ചുടുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ നമുക്ക് അടുത്തുള്ള ഏതെങ്കിലും എന്താ പറയുക റെസ്റ്റോറൻറ്റിൽ നിന്ന് 2 പൊറോട്ട വാങ്ങിയാലും മതി. അപ്പം ഞാൻ ആ പൊറോട്ട 2 ഇതെങ്ങനെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചട്ടിപ്പത്തിൽ റെഡിയാക്കാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനായിട്ടൊരു അടികട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണയോ ഓയിലോ എന്താ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് എല്ലായിടത്തും ആക്കിയിട്ടൊന്ന് ചുറ്റിക്കുക. ഇനി ആദ്യം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ നേരത്തെ ഓംലെറ്റിന് വേണ്ടി റെഡിയാക്കിയിട്ടില്ല മുട്ട, അതിൻ്റെ പകുതി ഇതിലൊഴിക്കുക. ഫുള്ളായിട്ടല്ല, അതിൻ്റെ പകുതി മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതെല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളിത് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പൊറോട്ട എടുത്തിട്ട് അത് ഇതിൻ്റെ മേലെ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അമർത്തി വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പണ്ടുണ്ടല്ലോ ഫില്ലിങ്, അത് ഫുള്ളായിട്ട് ഇട്ടിട്ട് നല്ലോണം എല്ലായിടത്തും ഒരേപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഫുള്ളായിട്ട് ഇടണം. അപ്പോൾ ഇതങ്ങനെ ഫില്ലിങ്ങും എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ വീണ്ടും മറ്റേ പൊറോട്ട ഉണ്ടല്ലോ അതും കൂടി വെച്ചിട്ട് വീണ്ടും നല്ലോണം ഒന്ന് അമർത്തി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ബാക്കി വന്നിട്ടുള്ള ആ മുട്ടൻ്റെ ഇതും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ആക്കണം. ആ ഒരു സൈഡിലും ആ ഒരു ഗ്യാപ്പിലും എല്ലാം മുട്ടൻ്റെ മിക്സ് ഒന്ന് ഇറങ്ങി ചെല്ലണം. ഇങ്ങനെ ഫുള്ളൊന്ന് ചുറ്റിച്ച് എല്ലായിടത്തും ഒന്ന് ആക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മേലെ ഇനി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതും കൂടി ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. മേലെ അതും കൂടി ഇട്ടതിന് ശേഷം ഇനി ചെറിയ തീയിൽ, വളരെ ചെറിയ തീയിൽ നല്ലോണം ഒന്ന് അടച്ചു വെക്കുക. ഇത് ശരിക്കും എല്ലാം കുക്ക് ചെയ്തിട്ടുള്ളതാണ്, മുട്ട മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് കുക്കാനുള്ളൂ. അത് പെട്ടെന്ന് റെഡിയാവും. അതുകൊണ്ട് നല്ലോണം ഒന്ന് അടച്ചു വെച്ചിട്ട് ഇടയ്ക്കൊന്ന് നോക്കണം. ഭയങ്കര ചെറിയ തീയിൽ വെക്കുക. വേണമെങ്കിൽ എന്തെങ്കിലും അടി കട്ടിയുള്ള എന്തെങ്കിലും ചെമ്പിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിതാ അടച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അതാകുന്ന സമയം ഞാൻ എൻ്റെ അലമാരെല്ലാം ഒന്ന് ഒരുക്കി വെക്കുമായിരുന്നു. ബുർക്കയെല്ലാം കൊണ്ടുവന്നിട്ട് ഇതിലേക്കൊന്നും എടുത്ത് വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അതെല്ലാം തുടച്ച് വെച്ചിട്ടുണ്ട്, ഇനി അതെല്ലാം ഒന്ന് അടുത്തേക്ക് മാറ്റട്ടെ. അപ്പോൾ ഇതിങ്ങനെ ഓരോ പണിയായിട്ട് എന്താ പറയുക ഇതെല്ലാം ഇങ്ങനെ നീണ്ടു പോകുന്നു. ഓരോ ദിവസം ഓരോരോ തിരക്കായിരിക്കും. ഞാൻ അതെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിൻ്റെ അടുക്ക് പോയിട്ടൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചട്ടിപ്പത്തിൽ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് ഫുള്ള് ആയിട്ടുണ്ട്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ മുട്ട കുക്ക് ചെയ്യേണ്ട ഒരു സമയം മാത്രമേ വേണ്ടൂ. ഇനി ഞാനിതൊരു പ്ലേറ്റിലോട്ടൊന്ന് തിരിച്ചിട്ട് നോക്കട്ടെ അടിഭാഗം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഇതാ അടിഭാഗം കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മറ്റേ സൈഡും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ വീണ്ടും ആ ചെമ്പിലോട്ട് തിരിച്ചിട്ട് കൊടുത്ത്. തിരിച്ചിടുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കുക. എന്നിട്ട് ഞാൻ വീണ്ടും ചെറിയ തീയിൽ 2-3 മിനിറ്റ് കൂടി ഒന്ന് അടിച്ചു വെക്കാം. ഇപ്പോൾ ഇതാ 5 മിനിറ്റ് ആകുമ്പം തന്നെ മറ്റേ സൈഡും കുക്കായിട്ടുണ്ട്. ഞാനത് വീണ്ടും തിരിച്ചിട്ട് നോക്കി. അങ്ങനെ നമ്മൾ അടിപൊളി ചട്ടിപ്പത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും വീട്ടിലുള്ള സാധനം കൊണ്ട് തന്നെ ഉണ്ടാക്കാവുന്ന ഭയങ്കര രസമായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിലിത്. അപ്പോൾ നിങ്ങൾക്കിത് പൊട്ടറ്റോ മയണൈസ് എല്ലാം ഉണ്ടാക്കാൻ മടിയുണ്ടെങ്കിൽ വീട്ടിലുള്ള സാധാ മയണൈസ് തന്നെ യൂസ് ചെയ്യാം. അപ്പോൾ ഞാനിതിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കട്ടെ. നല്ല പൊറോട്ട എല്ലാം നല്ലോണം സോഫ്റ്റായിട്ടും ഉണ്ട്, ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങും. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി ചട്ടിപ്പത്തിൽ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിനും കഴിക്കാൻ.
എന്താ പറയുക, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ഐറ്റം. ഇനിയിപ്പോൾ ഇതാ ഞാനിതൊരു പ്ലേറ്റിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ചൂടോടെ തന്നെ കഴിക്കാൻ നോക്കുക. ഇത് ശരിക്കും ഒരു പീസെല്ലാം കഴിച്ചാൽ തന്നെ മതി. നിങ്ങൾക്ക് ഡിന്നറായിട്ടോ സ്നാക്സ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ എന്തായാലും ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിതൊരു പീസ് എടുത്തിട്ടൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല അടിപൊളി കേട്ടോ. പുറത്ത് നല്ല സോഫ്റ്റ് പൊറോട്ടയും ഉള്ളിൽ നല്ല ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങും എല്ലാം ആയിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അത്രയും ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചട്ടിപ്പത്തിലാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും. ബൈ.